കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യോയിലെ വിശുദ്ധ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 39ാമത്തെ ദിവസമാണിന്ന്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കാണുക മൂലപാപങ്ങളെക്കുറിച്ചും അവയെ അതിജീവിക്കുവാനുള്ള പുണ്യങ്ങളെക്കുറിച്ചുമാണ്. ഇന്ന് നമ്മൾ കാണുക ഗ്രീഡ്, അത്യാഗ്രഹം എന്ന മൂലപാപമാണ്. ഈ ഒരു ആത്മീയ ദർശനം അല്ലെങ്കിൽ കൊച്ചുത്രേസ്യയുടെ ഇതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവളെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒന്നാമതായിട്ട് അവളെ സ്വാധീനിച്ചിട്ടുള്ളത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. ദാരിദ്ര്യത്തോടും ലാളിത്യത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ സമൂല്യമായ പ്രതിബദ്ധത ഭൗതിക സമ്പത്തിൽ നിന്നുള്ള അകൽച്ചയെക്കുറിച്ചുള്ള കൊച്ചുത്രേസ്യയുടെ ധാരണയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് അമ്മ ത്രേസ്യയാണ്. ഭൗതിക സമ്പത്തിനേക്കാൾ ആത്മീയ സമ്പത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അമ്മ ത്രേസ്യയുടെ പഠിപ്പിക്കലുകൾ വിശുദ്ധ കൊച്ചുത്രേസ്യയിൽ ആഴത്തിൽ പ്രതിധ്വനിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട് വചനഭാഗങ്ങളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. സുവിശേഷത്തിലെ ഈ വാക്യം ഭൗതികതയുടെ ശൂന്യതയെ അടിവരയിടുന്നതായിട്ട് കൊച്ചുത്രേസ്യയ്ക്ക് അനുഭവപ്പെട്ടു. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഇത് അത്യാഗ്രഹത്തിൻ്റെ ആത്മീയ അപകടങ്ങളെ എടുത്തു കാണിക്കുന്നതായിട്ട് കൊച്ചുത്രേസ്യ ദർശിച്ചു. സ്നേഹമുള്ളവരെ, ഈ അത്യാഗ്രഹത്തെക്കുറിച്ച് കൊച്ചുത്രേസ്യ പറയുന്ന കാഴ്ചപ്പാടുകൾ ദർശിക്കുമ്പോൾ അതിനെ ഒരു 5 ഭാഗങ്ങളായിട്ട് തിരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം മറ്റീരിയൽ വെൽത്ത്, നമ്മുടെ ഭൗതിക സമ്പത്തിൽ നിന്നുള്ള അകൽച്ച. രണ്ടാമതായിട്ട് എംബസിസ് ഓൺ സ്പിരിച്വൽ റിച്ച്നെസ്, ആത്മീയ സമ്പത്തിന് കൊടുക്കുന്ന ഊന്നൽ. മൂന്നാമതായിട്ട് സിംപ്ലിസിറ്റി ഇൻ ലിവിങ്, ജീവിതത്തിലുള്ള ലാളിത്യം. നാലാമതായിട്ട് ട്രസ്റ്റ് ഇൻ ഡിവൈൻ പ്രോവിഡൻസ്, ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള ആശ്രയത്വം. അഞ്ചാമതായിട്ട് ജനറോസിറ്റി ആൻഡ് ആംസ് ഗിവിങ്, ഉദാരമനസ്കതയും ദാനധർമ്മവും. പ്രിയമുള്ളവരെ, ഈ 5 തലങ്ങളെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാം. ഒന്നാമതായിട്ട് ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം മറ്റീരിയൽ വെൽത്ത്. ഭൗതിക വസ്തുക്കൾ തേടുന്നതിൽ നിന്ന് സ്വയം അകറ്റി നിർത്തുന്നതിലാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നതെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, എനിക്ക് ഭൂമിയിലെ സ്വത്തിൻ്റെ ആവശ്യമില്ല, എൻ്റെ ഹൃദയം സ്വർഗത്തിലെ നിക്ഷേപങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൾ ഭൂമിയിലെ വസ്തുക്കളിലേക്കല്ല നോക്കിയത്, അവളുടെ ഹൃദയത്തെ സ്വർഗീയ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ ഉറപ്പിച്ചു വയ്ക്കാനായിട്ടാണ് അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അവളുടെ സഹോദരി സെലിന് എഴുതുന്ന ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, ഭൗമിക വസ്തുക്കളിൽ നിന്ന് ഞാൻ എത്രമാത്രം അകന്നു പോകുന്നുവോ അത്രയധികം ഞാൻ ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുന്നു. അവളുടെ ഒരു ഉൾക്കാഴ്ചയാണ് അവൾ പങ്കുവയ്ക്കുക. ഞാൻ ഈ ഭൗമിക വസ്തുക്കളിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ മാറ്റി നിർത്തുന്നതനുസരിച്ച് ദൈവത്തിലേക്കുള്ള എൻ്റെ സന്തോഷം വർദ്ധിച്ചു വരികയാണെന്ന്. രണ്ടാമത്തെ തലം എന്ന് പറയുക എംബസിസ് ഓൺ സ്പിരിച്വൽ റിച്ച്നെസ്, ആത്മീയ സമ്പത്തിലുള്ള ഒരു ഊന്നൽ. സ്നേഹവും വിശ്വാസവും പോലുള്ള ആത്മീയ സമ്പത്ത് ഭൗതിക സമ്പത്തിനേക്കാൾ വളരെ വിലപ്പെട്ടതാണെന്ന് കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, ആത്മാവിനെ യഥാർത്ഥത്തിൽ തൃപ്തിപ്പെടുത്തുന്ന ഒരേ ഒരു സമ്പത്ത് ആത്മീയ സമ്പത്താണ്. അവൾ കൊടുക്കുന്ന ഊന്നലാണ് പറയുക, ആത്മീയ സമ്പത്താണ് നമ്മുടെ ആത്മാവിനെ യഥാർത്ഥത്തിൽ തൃപ്തിപ്പെടുത്തുക.
അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, ജീവിതാന്ത്യത്തിൽ നമുക്ക് എന്ത് ഉണ്ടെന്നുള്ളതല്ല, നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതാണ് പ്രാധാന്യം. അപ്പോൾ അവൾ സ്നേഹത്തിലേക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. സ്പിരിച്വൽ റിച്ച്നെസ്, ഈ എന്തൊക്കെ നമ്മുടെ സ്വരുക്കുട്ടി എന്നുള്ളതല്ല, നമ്മുടെ സ്നേഹം എത്രത്തോളം കരകവിഞ്ഞൊഴുകുന്നു അതാണ് പ്രാധാന്യം അർഹിക്കുക. മൂന്നാമതായിട്ട് സിംപ്ലിസിറ്റി ഇൻ ലിവിങ്, നമ്മുടെ ജീവിതത്തിലുള്ള ലാളിത്യം, ജീവിത ലാളിത്യം. ദൈവത്തോടും മറ്റുള്ളവരോടും കൂടുതൽ സ്നേഹം വളർത്തുന്നതിനുള്ള ഒരു ഉപാധിയായി കൊത്രേസ്യ ലളിതമായ ഒരു ജീവിതശൈലി പരിശീലിക്കുകയും അതിനായിട്ട് നിലനിൽക്കുകയും ചെയ്തു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, ലളിതമായ ജീവിതം ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവിതശൈലി അതും ദൈവത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കണം. അവിടെയാണ് ലളിത ജീവിതത്തിന് പ്രാധാന്യം അവൾ ഊന്നി പറയുക. അവളുടെ സഹോദരി സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഒരു മാർഗമായി ഞാൻ ലാളിത്യം സ്വീകരിക്കുന്നു. അപ്പോൾ അവളുടെ ലളിത ജീവിതശൈലി ദൈവത്തിലേക്കും മറ്റുള്ളവരിലേക്കും സ്നേഹം ഒഴുക്കുന്നതിന് അവളെ സഹായിച്ചിരുന്നു. നാലാമതായിട്ട് ട്രസ്റ്റ് ഇൻ ഡിവൈൻ പ്രോവിഡൻസ്, ദൈവിക പരിപാലനയിലുള്ള ആശ്രയത്വം. ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കുന്നത് അത്യാഗ്രഹത്തിൻ്റെ ആവശ്യകതയെ ലഘൂകരിക്കുകയും സംതൃപ്തി വളർത്തുകയും ചെയ്യുന്നുവെന്ന് അവൾ പഠിപ്പിക്കുന്നു. അവൾ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, സമ്പാദ്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്നത് ദൈവത്തിൻ്റെ നന്മയിലുള്ള വിശ്വാസമില്ലായ്മയെ കാണിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും വസ്തുക്കളെക്കുറിച്ച് ഞാൻ അമിതമായിട്ട് ആകുലപ്പെടുന്നുണ്ടെങ്കിൽ, പരാതി പറയുന്നുണ്ടെങ്കിൽ, അത് ദൈവത്തിൻ്റെ നന്മയിൽ എനിക്ക് ഉള്ള വിശ്വാസക്കുറവാണെന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ എഴുതുന്നുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ ദൈവം എപ്പോഴും നൽകുമെന്ന് അറിയുന്നത് കൊണ്ട് എൻ്റെ ഹൃദയം ശാന്തമാണ്. എനിക്കൊന്നിനെക്കുറിച്ച് ആകുലപ്പെടാനില്ല, കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഇടപെട്ടിരിക്കും. അവളുടെ ഒരു ഉറപ്പാണ്. ഇതിൻ്റെ അഞ്ചാമത്തെ തലം എന്ന് പറയുക ജനറോസിറ്റി ആൻഡ് ആംസ് ഗീവിങ്, ഉദാരമനസ്കതയും ദാനധർമ്മവും. ഔദാര്യത്തെ അത്യാഗ്രഹത്തിനുള്ള മറുമരുന്നായി വിശുദ്ധ കൊത്രേസ്യ വീക്ഷിച്ചു. ഒരാളുടെ വിഭവങ്ങൾ ആവശ്യമുള്ളവരായി പങ്കിടുന്നത് അവൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, ഔദാര്യം ദൈവസ്നേഹത്തിലേക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്കും എൻ്റെ ഹൃദയത്തെ തുറക്കുന്നു. അപ്പോൾ അവളുടെ ആ വിശാലമായ മനസ്കത അത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്കും ദൈവത്തിലേക്കൊക്കെ ഹൃദയത്തെ തുറക്കുവാനായിട്ട് സാധിക്കുന്നതായിട്ടാണ് കൊത്രേസ്യ പറഞ്ഞു വയ്ക്കുക. ആത്മകഥയിൽ അവളിങ്ങനെ കുറിക്കുന്നു, എനിക്കുള്ളത് ആവശ്യമുള്ളവരായി പങ്കിടുന്നത് എന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നു. അപ്പോൾ അവളുടെ ഷെയറിങ് മെൻറ്റാലിറ്റി അവൾ പറഞ്ഞു വയ്ക്കുക, ക്രിസ്തുവിലേക്കുള്ള സ്നേഹത്തിലേക്ക് അവളെ അടുപ്പിച്ചിരുന്നു എന്നതാണ്. കൊത്രേസ്യയുടെ ഈ ആത്മീയ ദർശനത്തെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ആത്മീയതയെയും മനഃശാസ്ത്ര തലത്തെയും അതുപോലെ സാമൂഹിക തലത്തെയും സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ആത്മീയ തലം. കൊത്രേസ്യയുടെ ടീച്ചിങ്സ് ഭൗതിക സമ്പത്തിനേക്കാൾ ആത്മീയതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് മനഃശാസ്ത്രപരമായ തലം. അവളുടെ ഉൾക്കാഴ്ചകൾ മാനസിക ക്ഷേമത്തിന് നന്ദിയുടെയും സംതൃപ്തിയുടെയും പ്രാധാന്യം ഊന്നിപ്പറയുന്ന ആധുനിക മനഃശാസ്ത്ര തത്വങ്ങളുമായിട്ട് ഏറെ പൊരുത്തപ്പെട്ടു പോകുന്നു. മൂന്നാമതായിട്ട് സാമൂഹിക തലം. ലാളിത്യത്തോടും ഉദാരതയോടുമുള്ള കൊത്രേസ്യയുടെ പ്രതിബദ്ധത മിനിമലിസത്തെക്കുറിച്ചും കമ്മ്യൂണിറ്റി പിന്തുണയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള സമകാലിക ചർച്ചകൾക്ക് ഏറെ സംഭാവന നൽകിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ അവസരത്തിൽ ഒരു ആത്മവിചിന്തനം നടത്താം. നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ ആത്മീയ നിർവൃതിയേക്കാൾ ഞാൻ ഭൗതിക സ്വത്തുക്കൾ തേടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു? രണ്ടാമതായിട്ട്, എൻ്റെ അനുദിന ജീവിതത്തിൽ എനിക്ക് എങ്ങനെ ഉദാരമനസ്കത വളർത്തിയെടുക്കാനാകും? മൂന്നാമതായിട്ട്, എൻ്റെ ആവശ്യങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ കരുതലിൽ ആഴത്തിലുള്ള വിശ്വാസം വളർത്തിയെടുക്കുവാൻ എനിക്ക് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാനാവുക? സ്നേഹമുള്ളവരെ, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അവളുടെ ഈ ആത്മീയ ദർശനങ്ങൾ നമ്മളെ ആഴത്തിൽ സ്വാധീനിക്കട്ടെ. നമുക്കൊന്നു ചേർന്ന് പുണ്യവതിയോട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായ്ക്കടുത്ത പരിശുദ്ധിയുടെയും
ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിനനുസരിച്ചുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ ഞങ്ങളെ നീ ദയോടെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞിയ അമലോത്ഭവന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ സർവ്വവിധ അത്യാഗ്രഹങ്ങളിൽ നിന്നും വിമുക്തമാക്കപ്പെട്ട ഒരു ഹൃദയം നമുക്കായിട്ട് നേടിത്തരണമേ എന്ന് നമുക്ക് മാധ്യസ്ഥം തേടാം. ഒപ്പം നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം പുണ്യവതിയിലൂടെ നല്ലവനായ ദൈവത്തിന് സമർപ്പിക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് കരങ്ങൾ ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസ്യുവിലെ ചെറുപുഷ്പത്തെ ഏറെ സ്നേഹത്തോടും നന്ദിയോടും കൂടി ഞങ്ങൾ ഓർക്കുകയാണ്. ഭൗതിക വസ്തുക്കളിൽ നിന്നെല്ലാം ഹൃദയത്തെ മാറ്റിവെച്ചുകൊണ്ട് ആത്മീയ സമ്പത്തിലേക്ക് അവൾ ഏറെ ശ്രദ്ധ കൊടുത്തല്ലോ. അത് നീ നൽകിയ ഉൾക്കാഴ്ചയാണെന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. നല്ലവനായ നാഥ, ഞങ്ങളെയും സ്വർഗത്തിലേക്ക്, നിന്നിലേക്ക് മാത്രം ഹൃദയം ചേർത്ത് വയ്ക്കുവാനായിട്ട് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിസ്യുവിലെ കൊച്ചുറാണി, നീ അത്യാഗ്രഹത്തിൻ്റെ പാത വെടിഞ്ഞതുപോലെ ഭൗതിക സമ്പത്തിനേക്കാൾ ഉപരിയായിട്ട് ആത്മീയ സമ്പത്തിന് പ്രാധാന്യം നൽകിയതുപോലെ നൽകുവാനായിട്ട് ഞങ്ങളെയും നീ പ്രത്യേകമായിട്ട് കടാക്ഷിക്കണമേ. എപ്പോഴും സ്വർഗത്തിലേക്ക് ഹൃദയം ചേർത്ത് വയ്ക്കുവാൻ, ദൈവികമായ കാര്യങ്ങളിലേക്ക് ഹൃദയം ചേർത്ത് വയ്ക്കുവാൻ, ഔദാര്യ മനസ്ഥിതിയുള്ളവരായി തീരുവാൻ വേണ്ടി പുണ്യവതി ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.